നമസ്കാരം. പതിറ്റാണ്ടുകൾക്കിടയിലെ ഏറ്റവും ഭയാനകമായ സൈനിക നീക്കങ്ങൾക്കാണ് പശ്ചിമേഷ്യ സാക്ഷ്യം വഹിക്കുന്നത്. ശനിയാഴ്ച രാവിലെ അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ഇറാനിൽ നടത്തിയ സംയുക്ത ആക്രമണത്തിന് മറുപടിയായി ഇറാൻ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണം ഗൾഫ് രാജ്യങ്ങളെ ആകെ യുദ്ധഭീതിയിലാഴ്ത്തിയിരിക്കുകയാണ്. അമേരിക്കൻ വ്യോമാക്രമണത്തിന് പിന്നാലെ പശ്ചിമേഷ്യയിലുടനീളം ഇറാൻ ശക്തമായ പ്രതികാര ആക്രമണങ്ങൾ അഴിച്ചുവിട്ടു. ദുബായിലെ വിശ്വപ്രസിദ്ധമായ പാം ജുമേറ ഹോട്ടലിന് പിന്നാലെ ബഹ്റൈനിലെ ഒരു പാർപ്പിട സമുച്ചയത്തിലും ഇറാന്റെ ആത്മഹത്യാ ഡ്രോണുകൾ പതിച്ചു. ബഹ്റൈനിലെ പല ജനവാസ കെട്ടിടങ്ങൾക്കും നേരെ ഇറാന്റെ ആക്രമണം ഉണ്ടായതായി ബഹ്റൈൻ ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. മനാമയിലെ ഇറാ വ്യൂ ടവറിന് നേരെ നടന്ന ഡ്രോൺ ആക്രമണത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് മന്ത്രാലയത്തിന്റെ ഈ സ്ഥിരീകരണം. മനാമയിലെ നിരവധി ജനവാസ കെട്ടിടങ്ങൾ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങളാണ് നടന്നത്. സിവിൽ ഡിഫൻസ് വിഭാഗമുള്ള സ്ഥലങ്ങളിൽ തീവ്രത നിയന്ത്രിക്കാൻ രക്ഷാപ്രവർത്തനങ്ങൾ നടന്നത് തുടരുകയാണെന്ന് മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി. പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രവാസികൾ ഏറെ താമസിക്കുന്ന മേഖലകളിലെ ആഡംബര കെട്ടിടങ്ങൾ ഡ്രോൺ ആക്രമണത്തിൽ കത്തിയമരുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നു. മനാമയിലുള്ള ആഡംബര അപ്പാർട്ട്മെന്റായ ഇറ വ്യൂ ടവറാണ് ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെ കെട്ടിടത്തിന്റെ മുകളിൽ വലിയ തീഗോളം ഉയരുന്നതും അവശിഷ്ടങ്ങൾ താഴേക്ക് പതിക്കുന്നതും വീഡിയോകളിൽ കാണാം. ദുബായിലെ ബുർജ് ഖലീഫയ്ക്ക് തൊട്ടടുത്തായി ഇറാന്റെ ഷാഹിദ് 136 കാമിക്കാസി ഡ്രോൺ പതിച്ചതായി ദൃക്സാക്ഷി വിവരണങ്ങളും വീഡിയോ സന്ദേശങ്ങളും സൂചിപ്പിക്കുന്നു. നഗരത്തിൽ നിന്ന് പുകപടലങ്ങൾ ഉയർന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ വ്യോമ പ്രതിരോധ സംവിധാനം ഡ്രോണുകളെ വിജയകരമായി തടഞ്ഞുവെന്നും നാശനഷ്ടങ്ങളോ പരിക്കുകളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും അധികൃതർ സ്ഥിരീകരിച്ചു. മുൻകരുതൽ നടപടിയുടെ ഭാഗമായി ബുർജ് ഖലീഫയിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കുകയും ചെയ്തു. സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതിനെ തുടർന്നാണ് അധികൃതർ ഈ നടപടി സ്വീകരിച്ചത്. ദുബായ് സിറ്റി വോക്കിന് സമീപം പുകയുയരുന്നതിന്റെ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. മിസൈൽ അവശിഷ്ടമാണോ, തകർക്കപ്പെട്ട ഡ്രോൺ ആണോ, അതോ മറ്റെന്തെങ്കിലും വസ്തുവാണോ ഈ സ്ഫോടനത്തിന് കാരണമായതെന്ന് അധികൃതർ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. ഇതിനിടെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമായ ബുർജ് ഖലീഫയ്ക്ക് തൊട്ടടുത്തായി ഡ്രോൺ പതിച്ചത് അതീവ ഗുരുതരമായ സാഹചര്യമാണ്. ഡ്രോൺ തകർക്കപ്പെട്ടതാണെങ്കിലും അതിന്റെ അവശിഷ്ടങ്ങൾ നഗരമധ്യത്തിൽ പതിച്ചത് വലിയ പരിഭ്രാന്തി ഉണ്ടാക്കി. ദുബായിലെ പാം ജുമേറയിലുണ്ടായ തീപിടുത്തത്തിൽ 4 പേർക്ക് പരിക്കേറ്റതായിട്ടാണ് ദുബായ് മീഡിയ ഓഫീസ് അറിയിച്ചത്. വിനോദസഞ്ചാരികൾക്കും പ്രവാസികൾക്കും ഏറെ പ്രിയപ്പെട്ട മേഖലയിൽ സ്ഫോടനങ്ങൾ കേട്ടത് നഗരത്തിലെ സുരക്ഷാ ക്രമീകരണങ്ങളെയും വെല്ലുവിളിക്കുകയാണ്. അതേസമയം ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമീനി കൊല്ലപ്പെട്ടതായി ശക്തമായ സൂചനകൾ ഉണ്ടെന്നാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ടെഹ്റാനിലെ ഖമീനിയുടെ വസതി തകർക്കപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തെക്കുറിച്ച് വിവരങ്ങളൊന്നുമില്ല. ഖത്തറിലെ US സൈനിക താവളങ്ങളിലും അബുദാബി, കുവൈറ്റ്, ജോർദാൻ, ഇസ്രായേൽ എന്നിവിടങ്ങളിലും ഇറാൻ മിസൈൽ വർഷം നടത്തി. അതേസമയം അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ആക്രമണത്തിൽ ഇറാനിൽ 201 പേർ കൊല്ലപ്പെട്ടതായും 747 പേർക്ക് പരിക്കേറ്റതായിട്ടാണ് ഇറാന്റെ റെഡ് ക്രസന്റ് സൊസൈറ്റി റിപ്പോർട്ട് ചെയ്തത്. ഇറാന്റെ 24 പ്രവിശ്യകളിൽ ആക്രമണം ഉണ്ടായതായി റെഡ് ക്രസന്റ് വക്താവ് മെഹർ വാർത്താ ഏജൻസിയോട് പറഞ്ഞു. ആക്രമണം നടന്ന സ്ഥലങ്ങളിൽ 220-ലധികം റെഡ് ക്രസന്റ് സംഘങ്ങൾ നിലയുറപ്പിച്ചിട്ടുണ്ടെന്നും രക്ഷാപ്രവർത്തനങ്ങൾ തുടരുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അമേരിക്കയും ഇസ്രായേലും ഇറാനിൽ നടത്തുന്ന ആക്രമണങ്ങൾ ക്രൂരവും ലജ്ജാകരവും ക്രിമിനൽ സ്വഭാവമുള്ളതും കിരാതവുമാണെന്ന് യമനിലെ ഹൂതി വിമത നേതാവ് അബ്ദുൽ മാലിക് അൽ ഹൂതി വിശേഷിപ്പിച്ചു. യാതൊരു പ്രകോപനവും ഇല്ലാതെയാണ് ഈ ആക്രമണമെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. മേഖലയിൽ ഇറാൻ പിന്തുണയ്ക്കുന്ന പ്രധാന സായുധ ഗ്രൂപ്പുകളിലൊന്നാണ് ഹൂതികൾ. ഏത് സാഹചര്യത്തെ നേരിടാൻ ഞങ്ങൾ ജാഗ്രതയിലാണ്. ഇറാൻ കരുത്തുള്ള രാജ്യമായതിനാലും അവരുടെ നിലപാടുകൾ ശക്തമായതിനാലും ഈ ആക്രമണത്തിൽ അവർക്ക് ആശങ്കയില്ല. ഇറാന്റെ തിരിച്ചടി നിർണായകമായിരിക്കുമെന്നും പ്രസ്താവനയിൽ പറയുന്നു. എന്നാൽ ഇറാന് വേണ്ടി ഹൂതികൾ യുദ്ധത്തിൽ പങ്കുചേരുമോ എന്ന കാര്യത്തിൽ അദ്ദേഹം വ്യക്തത വരുത്തിയില്ല. ഇറാനെതിരെയുള്ള ആക്രമണങ്ങളിൽ പങ്കുചേരുന്ന അമേരിക്കയുടെ സൈനിക താവളങ്ങളെ ലക്ഷ്യം വെക്കുന്നത് ഇറാന്റെ നിയമപരമായ അവകാശമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.